ലെറ്റസ്റ്റ് നടന്ന വരുന്ന ഒക്ടോബർ 4-ാം തീയതിയാണ് സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുനാളിന് മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ തിരുനാളിന് യോജിച്ച ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. അത് ബഥാനിയയിലെ തൈലാഭിഷേകമാണ്. ബഥാനിയയിലെ ശിമയോന്റെ വീട്ടിൽ ഈശോ ഇരിക്കുമ്പോൾ അവിടെ ഒരു കൽഭരണി നിറയെ സുഗന്ധദ്രവ്യവുമായിട്ട് ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ഈശോയെ തൈലാഭിഷേകം ചെയ്യുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പോലും അല്ലെങ്കിൽ ചുറ്റും നിന്നിരുന്നവരൊക്കെ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പാഴ്ചെലവ് എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഈശോയ്ക്ക് ഇത്രയും വിലയേറിയ തൈലം കൊടുക്കുന്നത് പാഴ്ചെലവായിട്ടാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ ഈ സ്ത്രീയെ സംബന്ധിച്ച് അത് അവളെ സംബന്ധിച്ച് വലിയൊരു സമർപ്പണത്തിന്റെ പ്രതീകമാണ്. ഇത്രയും വിലയേറിയ ഒരു കാര്യം അത് ഈശോയ്ക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവൾ ഈശോയെ പരിചരിക്കുന്നതല്ല. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ചുറ്റുമുള്ളവർ പലരും സ്വന്തം പിതാവ് പോലും സ്വന്തം അപ്പൻ പോലും ഇവൻ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും ഭ്രാന്താണെന്നും മുദ്ര കുത്തിയപ്പോൾ ഈ ഫ്രാൻസിസിന് മാത്രം ആ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ദൈവത്തെ ഇതിൽ കൂടുതൽ എങ്ങനെയൊക്കെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഫ്രാൻസിസ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് കളഞ്ഞു, അല്ലെങ്കിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നതെല്ലാം അപ്പന്റെ സ്വത്തും പ്രൗഢിയും മറ്റു കാര്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് ഒരു ദരിദ്രനെ പോലെ ഒരു ഭ്രാന്തനെ പോലെ ഈ അസീസിയുടെ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു യുവാവ് ഫ്രാൻസിസ്. അവൻ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ അതുപോലെയൊക്കെ സ്നേഹിക്കുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വിശേഷഭാഗവും ഫ്രാൻസിസിന്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കാവുന്നതിന്റെ മാക്സിമത്തിൽ ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിസിനെ പോലെയുള്ള ഒരു വിശുദ്ധനായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെയൊക്കെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഇതിലൂടെ ഭംഗിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം നമുക്ക് ഇന്നേ ദിനം ഫ്രാൻസിസിന്റെ പെരുന്നാൾ ദിനം നമുക്കൊന്ന് ചിന്തിക്കാം. ഫ്രാൻസിസ് അസീസിയുടെ സഹായത്തോടുകൂടെ ദൈവത്തെ അതിന്റെ പൂർണ്ണതയിൽ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.